വർഷമായി കുവൈറ്റിൽ ഹൗസ് ബോയായി ജോലി ചെയ്ത തിരുവനന്തപുരം പാലോട് സ്വദേശി ഷാനവാസിന് അവിടെ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും ആ ആക്സിഡന്റിൽ ഇദ്ദേഹത്തിൻ്റെ സ്പോൺസറും സഹപ്രവർത്തകനും കൊല്ലപ്പെടുകയും ഉണ്ടായി. ഇതിനുശേഷം ശരിയായ ചികിത്സയൊന്നും ലഭിക്കാതെയാണ് ഇദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റിവിട്ടത്. ഇവിടെ എത്തിയതിനു ശേഷം ആക്സിഡന്റ് ക്ലെയിമും ഇൻഷുറൻസ് ക്ലെയിമും ഒക്കെ അയച്ചു കൊടുക്കാമെന്ന് സ്പോൺസറുടെ മകൻ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതൊന്നും തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. പ്രവാസലോകം ഇടപെട്ട് ഇത് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കണം എന്ന അപേക്ഷയുമായാണ് ഷാനവാസ് ഇന്ന് പ്രവാസലോകത്തിൽ എത്തിയിരിക്കുന്നത്. ഷാനവാസ് എത്ര കൊല്ലമായിട്ട് അവിടെ ഉണ്ട്? 3 വർഷം. 3 വർഷം. എന്തായിരുന്നു ജോലി? ഹൗസ് ബോയ്. ഇത് വഫ്രയിലാണ് പണി. വഫ്രയിലാണ്? മരുഭൂമിയെ പോലത്തെ. അറബിയുടെ വീട്ടിൽ വീട് ക്ലീൻ ചെയ്യൽ, ചെടിക്ക് വെള്ളം ഒഴിപ്പ്, അങ്ങനത്തെ. ചായ കാവ ഇട്ട് കൊടുക്കും, കപ്സ വേവിച്ചു കൊടുക്കും, ഇതൊക്കെ. ശമ്പളം നന്നായിട്ടുണ്ടായിരുന്നോ? ശമ്പളം ഉണ്ടായിരുന്നു. 120 കേടി ഉണ്ടായിരുന്നു. 120 കേടി ശമ്പളം ഉണ്ടായിരുന്നു. 120 റിയാൽ എന്ന് പറഞ്ഞാൽ 1200 ദിർഹം അല്ലേ? എല്ലാം ഉണ്ടായി. ഫുഡ് വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കണം. നെറ്റ് റീചാർജ് ചെയ്യണത് നമ്മൾ അങ്ങനത്തെ ഇതായിരുന്നു. കഫയിൽ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ മരിച്ചപ്പോൾ പുള്ളിക്കാരൻ മരിച്ചുപോയി. ഈ 2 വർഷം 3 മാസം കഴിഞ്ഞ് ലീവ് നാട്ടിൽ കയറ്റി വിട്ടു. ലീവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 മാസത്തോളമായി. വീണ്ടും റിട്ടേൺ കയറിപ്പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇതുപോലെ വഫ്രയിൽ വന്നു. തണുപ്പ് സമയത്ത് വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ പോകണം, ബിരിയാണി വെച്ച് കൊടുക്കണമെന്ന്. പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിൽ തന്നെ കാറിൽ കയറി ഞാനും പുള്ളിയുടെ ഡ്രൈവറുമായിട്ട് പോയി. പുള്ളി എന്നെ ഡ്രൈവിങ് ചെയ്ത് പോയി. വണ്ടി ഇടിക്കുകയും ടാങ്കർ ലോറി വന്ന് ഇടിക്കുകയും ഞാൻ അതിന് തെറിച്ചു പോയി. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മറ്റേ 2 പുള്ളികൾ സ്പോട്ടിൽ തന്നെ. മറ്റേ മലയാളിയായിരുന്നു? ഒന്ന് മലയാളി, ഒന്ന് എൻ്റെ സ്പോൺസർ. 2 പേരും മരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ആശുപത്രിയിൽ. നിങ്ങൾ എത്ര ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നു? അവിടെ ഏകദേശം 1 മാസത്തോളം. 1 മാസം ആവില്ല എന്നാലും. 8-ാം തീയതി, ജനുവരി 8-ാം തീയതി, 18-ാം തീയതി ആക്സിഡൻറ്റ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ? ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ 2 പ്രാവശ്യം പോയി. അതിൽ അതല്ല, നിങ്ങൾ വേറെ ഒന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ അറബിയുടെ മകൻ്റെ പേരറിയോ? അറബിയുടെ മകൻ്റെ പേരറിയോ നിങ്ങൾക്ക്? അറബിയുടെ മകൻ്റെ പേര് അബ്ദുള്ള. അതിൻ്റെ അഡ്രസ്സുണ്ടോ? അഡ്രസ്സുണ്ട്. അപ്പോൾ അയാൾക്കൊരു കത്ത് വക്കീലിനെ കൊണ്ട് അയപ്പിക്കണം. അങ്ങനെ വക്കീലന്മാരെ കൊണ്ട് അയപ്പിക്കണം. അതിൽ പ്രത്യേകമായിട്ട് എഴുതണം, ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി, എനിക്ക് എൻ്റെ യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസോ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുവഴി നിങ്ങൾ ഒരു നിങ്ങളെ പേരിലേക്ക് തന്നെ ഈ സംഖ്യ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബാങ്ക് അഡ്രസ്സ് ഇതൊക്കെ കൊടുക്കണം. IFSC കോഡ്. പുള്ളിക്കാരനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ കോൺടാക്ട് ചെയ്യുന്നില്ല. വേണ്ട, നിങ്ങൾ കത്തയക്കൂ. അയാളുടെ അഡ്രസ്സിൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് അയക്കൂ. ഈ ലെറ്ററിൻ്റെ ഇതേപോലത്തെ ഒരു കത്ത് നിങ്ങൾ നോർക്കയിലും കൊടുക്കും. മനസ്സിലായില്ലേ? അതുപോലെ അവിടുത്തെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് ഈ കത്തയക്കും. ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇന്ന ആളാണ്, ഇന്ന വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. മനസ്സിലായില്ലേ? അങ്ങനത്തെ കത്തായിരിക്കണം. ഇന്ന വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ഇന്ന സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ ഇന്ന ആളുടെ വണ്ടിയിലായിരുന്നു, അയാളും മരിച്ചു, കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും മരിച്ചു, എനിക്ക് സാരമായ പരിക്കേറ്റു, ഞാൻ ആശുപത്രിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 1 മാസം ചികിത്സ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് എല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇത് കമ്പി 1.5 വർഷം കഴിഞ്ഞ് എനിക്കിപ്പം വീട്ടിൽ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് വരെ തോന്നുന്നത്. കാരണം എനിക്ക് വല്ല സഹായം ചെയ്യണമെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ അവരാണ് എനിക്കൊന്ന് ചെയ്ത് ചെയ്യണത്. എനിക്ക് ഇടത് കൈ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 പല്ല് പോയിട്ടുണ്ട്. തല ഇവിടുന്ന് ഇതുവരെ സ്റ്റിച്ചാണിത്. ഇതൊക്കെ വല്ലാത്തോലാണ്. രാത്രി കടന്ന് ഉറങ്ങാൻ പറ്റൂല. വല്ലാത്തൊരു ചികിത്സ ഉണ്ടല്ലോ അല്ലേ? ചികിത്സ ഉണ്ട്. ഇപ്പം എനിക്ക് ചികിത്സിക്കാനുള്ള ഇതില്ല, ബുദ്ധിമുട്ടില്ല. അതിൻ്റെ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. പണിയെടുത്ത് ചികിത്സിക്കുക ചെയ്യാമെന്ന് വെച്ചാൽ അതിനും പറ്റൂല. 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളെ ഏകദേശം 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇനി കെട്ടിച്ചു വിടണം. അതിന് ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ?
എന്നും പറഞ്ഞുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഏക ആശ്രയം ഇത് തന്നെ. ഇപ്പോൾ വരുമ്പോൾ ഈ അറബി വേണ്ട പോലെ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇൻഷുറൻസിൽ ക്ലെയിം കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അറബി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോൾ വിളിക്കുമ്പോൾ പുള്ളിക്കാരെ എടുത്ത് സംസാരിക്കണം. ടൈമിൻ്റെ കേസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരെ അപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്, പിന്നെ സംസാരിക്കുന്നില്ല. പിന്നെ വിളിക്കുമ്പോൾ എല്ലാം ഫോൺ റിങ്ങിങ് കൊണ്ട് പക്ഷേ എടുക്കുന്നില്ല. അതാണ് ഈ പരിപാടി. എംബസിയിലേക്ക് ഒരു കത്ത് കൊടുക്കണം, കുവൈറ്റിലെ വിദേശകാര്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കണം. എന്നിട്ടും പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ പറഞ്ഞാണ്, നീ അയാളുടെ വീട് നാട്ടിൽ പോയിട്ട് നിന്നെ ഇത് ശരിയാകുമ്പോഴത്തേക്ക് ഞാൻ റിട്ടേൺ എടുക്കാം. ഇപ്പോൾ എനിക്ക് ഒരുവിധം അവിടെ തൂക്കാൻ ഇതൊക്കെ ഒരുവിധം ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ടിക്കറ്റ് അയച്ചു തരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പോൾ പറയണത്, എനിക്ക് എന്നെ ഇനി ആവശ്യമില്ല, ഞാൻ വേറെ പണിക്കാരെ എടുത്തു. അതൊക്കെ അങ്ങനെ തന്നെ പറയാം. നമുക്കിത് കിട്ടുമെന്ന് നോക്കലാണ്, ഇൻഷുറൻസിൽ നിന്ന് കിട്ടുമെന്ന് നോക്കലാണ് വേണ്ടത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ എംബസിക്ക് കത്തെഴുതുമ്പോൾ എംബസി ഇൻഷുറൻസിനോട് ചോദിക്കും, ഇയാൾക്കും നിങ്ങളൊരു കത്തെഴുതണം, നിയമപരമായിട്ടുള്ള വക്കീലിനെ കൊണ്ട്. എംബസിക്ക് ഒരു കത്തെഴുതുക, മുഖ്യമന്ത്രിക്കും നോർക്കയിൽക്കും കത്തെഴുതുക, വിദേശകാര്യമന്ത്രിക്കും ഒരു കത്ത് കൊടുക്കുക. കത്തൊക്കെ വേണമെങ്കിൽ റഫീക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് തരും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വക്കീലിനെ കൊണ്ട് ചെയ്യിക്കുക. ഇതാണിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത്. കുവൈറ്റിൽ വേറെ ഇപ്പോൾ അവിടുത്തെ സംഘടനകളെ കൊണ്ടൊക്കെ വേണമെങ്കിൽ ടേക്കപ്പ് ചെയ്യാക്കുന്ന കല പോലത്തെ സംഘടനകളുണ്ട് അവിടെ, അവരെ കൊണ്ട് വേണമെങ്കിൽ ടേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ അവർക്കും ഇതിൻ്റെ ഒരു കോപ്പി കിട്ടിയാലല്ലേ പറ്റുള്ളൂ. കുവൈറ്റിൽ നമ്മളെ നോർക്ക വെൽഫെയർ ബോർഡിൽ അജിത്ത് എന്ന് മറ്റൊരാളുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ, കോട്ടയത്താണ് അദ്ദേഹം. നോർക്ക വെൽഫെയർ ബോർഡിൽ പോയിട്ട് അജിത്തിൻ്റെ നമ്പർ ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും. ഇവിടെ നോർക്ക വെൽഫെയർ ബോർഡിൽ അവിടെ വാങ്ങിയിട്ട് അദ്ദേഹത്തെ നമ്പർ വിളിച്ചിട്ട്, അല്ലെങ്കിൽ റഫീഖിനോട് ചോദിച്ചാൽ നമ്പർ തരും. എന്നിട്ട് അദ്ദേഹത്തോടും സംസാരിച്ച് വയ്ക്കുക. എത്ര കണ്ട് അദ്ദേഹത്തിന് കഴിയാൻ പറ്റുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും അവിടെ കുവൈറ്റിൽ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം. ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിരന്തരമായിട്ട് റഫീഖിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, എന്താണ് ചെയ്യണമെന്നുള്ളത്. കേട്ടാ, എന്താ പറയുള്ളത്? എനിക്ക് 2 പെൺമക്കളുണ്ട്. അവർ പഠിത്തം, ഒരാൾ 10 കഴിഞ്ഞ് നിൽക്കണം, ഒരാൾ +2 കഴിഞ്ഞ് നിൽക്കണം. പിന്നെ ഒരു ആൺകൊച്ചുണ്ട്, അവൻ 8ൽ 9ലാണ് ഇനി. അതിനൊക്കെ ഇനി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ പണി ചെയ്യാൻ പറ്റൂല. 1.5 വർഷം കഴിഞ്ഞിട്ടേ ഈ പ്ലേറ്റ് എടുക്കുള്ളൂ, അതിൻ്റെ അകത്ത് കിടക്കണം. വേറെ ആരുമില്ല, വീട് സ്വന്തമായിട്ടില്ല. ഇതൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്, 3 വർഷമായി പോയിട്ട്. പ്രവാസലോകം കുവൈറ്റിലെ പ്രവർത്തകരോടാണ് അദ്ദേഹത്തിൻ്റെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. സാധാരണ നമ്മളത് ചെയ്യാറില്ല. എങ്കിൽ പോലും ഇദ്ദേഹത്തെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അഡ്രസ്സൊക്കെ നമ്മൾ അയക്കാം. എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ കുവൈറ്റിലെ പ്രവാസികൾ ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ചെറിയ എമൗണ്ട് നിങ്ങൾ നാട്ടിൽ പുറത്തൊക്കെ പോകുമ്പോൾ ചിലവാക്കുന്നതിൻ്റെ ചെറിയ പെർസെൻറ്റേജ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ കുട്ടികളുടെ വിദ്യാഭ്യാസമെങ്കിലും നല്ല നിലയിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനൊന്നും കിട്ടിയിട്ടില്ല, അതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ ഇതിലൂടെ സ്ക്രോൾ ചെയ്യും, അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്താൽ വലിയ ഉപകാരമാവും. കുട്ടികൾ പഠിക്കും, വിദ്യാഭ്യാസം നേടും. ഉദാരമതികളായിട്ടുള്ള മറ്റ് പ്രവാസികളോടും ഇതിൽ സഹകരിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.